കർത്താവിന്റെ മുമ്പിൽ എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഹൃദയം നീങ്ങുമ്പോ, ഹൃദയം നൊന്ന് ഇരിക്കുമ്പോ, അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഹന്ന നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് 1 സാമുവേൽ 1-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളുടെ നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അതിനെ മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിപദിച്ചു, എന്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ്. അതുകൊണ്ട് വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന്റെ മുമ്പിൽ, ശ്രദ്ധിക്കുക, കർത്താവിന്റെ മുമ്പിൽ എന്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവൾ തന്റെ ഹൃദയവികാരങ്ങൾ മുഴുവനും കണ്ണുനീരോടെ നിലവിളിയായി ദൈവസന്നിധിയിലേക്ക് കൊടുത്തു. ദുരിതത്തിലുള്ള പ്രാർത്ഥനയാണ്. അതായത് ഹൃദയം ഭാരപ്പെട്ടിരിക്കുമ്പോ, അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോ, ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ എല്ലാ ഹൃദയ വികാരങ്ങളും തമ്പുരാന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇത് നമ്മള് ചുറ്റുപാടുള്ളവരടുത്തും നാട്ടുകാരടുത്തും വീട്ടുകാരടുത്തും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ വേദനയും അസ്വസ്ഥതകളൊക്കെ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പങ്കുവെക്കേണ്ട എന്നല്ല അതിനർത്ഥം. മറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ മനോവേദനയോടുകൂടി അങ്ങനെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഹൃദയം ആയിരിക്കുമ്പോ, ഹൃദയം അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോ അന്ന എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്കൊരു മാതൃകയാണ്. അന്ന തമ്പുരാന്റെ മുമ്പിലേക്ക് എല്ലാം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട്, എല്ലാ വേദനകൾ ഇറക്കി വെച്ചിട്ട്, എല്ലാ വിഷമം ഇറക്കി വെച്ചിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഉന്മത്തെ പോലെ നിലവിളിച്ച് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അത് കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ അന്ന നമുക്ക് കാണിച്ചു തരുന്നത്. ുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അതായത് നമ്മളിൽ നിന്നും പുറത്തോട്ടറിയാൻ നമുക്ക്, അതാണ് അന്നേരം ഉള്ളിന്റെ മുഴുവൻ വേദനയും പുറത്തോട്ടൊക്കെ വലിച്ചിട്ടു. നമ്മുടെ പ്രാർത്ഥന പ്രശ്നങ്ങളെയോ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചേക്കുക. നമ്മുടെ വിഷമങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ ചങ്കിൽ പിടിച്ചു വെച്ചുകൊണ്ട് തമ്പുരാനെ പ്രവർത്തിക്കണമേ. ദൈവം ഹൃദയത്തിന്റെ അസ്വസ്ഥ മാറ്റണമേ, എന്റെ മനസ്സിന്റെ വേദന മാറ്റണമേ, എന്റെ വിഷമം മാറ്റി തരണമേ, എന്റെ പ്രശ്നത്തിന് ഉത്തരം തരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ വേദനകളെ പിടിച്ചു വെച്ചിട്ട് തമ്പുരാനെ കൊടുക്കാൻ മാത്രം ഒരു തുറവില്ലാത്തതിന്റെ പേരില് ദൈവത്തിന് ഇങ്ങനെ വളരെ പറയുന്നത്, കർത്താവ് നമ്മുടെ ഹൃദയമാകുന്ന കവാടത്തിൽ വന്ന് കുട്ടിക്കൊണ്ടിരിക്കുക. തുറന്നു കൊടുക്കാത്തത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. തന്റെ മനോവേദനയെ, തന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ, തന്റെ ജീവിതത്തിന്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് അങ്ങോട്ട് അതെവിടെയായിട്ട് തമ്പുരാന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിലല്ല, അച്ഛന്റെ മുമ്പിൽ പോലല്ല, പുരോഹിതന്റെ മുമ്പിൽ പോലല്ല വിട്ടത്. പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. പുരോഹിതടുത്ത് പോലും പോകാതെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് തമ്പുരാന്റെ മുമ്പിലേക്കാണ് അവളുടെ ഉള്ളിൽ കിടന്നിരുന്നത് മുഴുവനും അവളുടെ പുറത്തേക്ക് കിടക്കുന്നത്. മനസ്സിന്റെ വ്യഥയും മനസ്സിന്റെ ആകുലതകളും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും നമ്മൾ ധരിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിൽ നിന്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുക, ദൈവത്തിൽ അർപ്പിക്കുക. അതാണ് ചെയ്തത്. തന്റെ ഉള്ളിൽ കിടന്നൊക്കെ പുറത്തോട്ടിട്ടു. ഇട്ടത് കർത്താവിന്റെ കരങ്ങളിലേക്ക്, സുരക്ഷിതമായ കരങ്ങളിലേക്ക്, ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള കരങ്ങളിലേക്കാണ് ഹന്ന തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഇട്ടത്. ദൈവത്തിന്റെ അടുത്ത് പരാതി പറഞ്ഞോ? നിനക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. നിനക്ക് പരാതി പറയാനും, നിന്റെ പരിഭവം പറയാനും, നിന്റെ വിഷമം പറയാനും, നിന്റെ വേദന പറയാനും, നിന്റെ സന്തോഷം പറയാനും, നിന്റെ സങ്കടം പറയാനും, നിനക്ക് ഉള്ളത് പങ്കുവയ്ക്കാനും, നിനക്ക് ഇല്ലായ്മകളോ വേദനകളോ എല്ലാറ്റിനും അവസരം ജീവിക്കുന്നവനായ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്.